മാവേലിക്കരയ്ക്ക് സമീപം മാന്നാറിൽ കലയുടെ തിരോധാനം കൊലപാതകമെന്ന് തെളിയുമ്പോൾ സിനിമാ കഥയെ വെല്ലുന്ന നാടകീയത പിന്നിലുണ്ട്. 15 വർഷം മുൻപ് നടന്ന കൊലപാതകത്തിന് തുമ്പായത് 2 ഊമക്കത്തുകളാണ്. കല കൊല്ലപ്പെട്ടുവെന്നായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. കൊല നടത്തിയത് എങ്ങനെയെന്നും പ്രതികളെക്കുറിച്ചുള്ള സൂചനയും പോലീസിന് ലഭിച്ചതും ഇതിൽ നിന്നായിരുന്നു. ഒരു സിനിമാ കഥ പോലെ തീർത്തും നിഗൂഢമായ കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞു വീണിരിക്കുന്നു. മാവേലിക്കരയ്ക്ക് സമീപം മാന്നാറിൽ നിന്നും കാമുകനൊപ്പം ഒളിച്ചോടിപ്പോയി എന്ന് പ്രചരിച്ച യുവതിയെ കൊന്നു കുഴിച്ചു മൂടുകയായിരുന്നു എന്ന സത്യം പുറം ലോകത്തേക്ക് എത്തുന്നത് ഊമക്കത്തിന്റെ രൂപത്തിൽ. 15 വർഷങ്ങൾക്ക് മുമ്പ് ഇരമത്തൂരിൽ നിന്ന് കാമുകനൊപ്പം അപ്രത്യക്ഷമായെന്ന് പറഞ്ഞ കല എന്ന 27കാരി കൊല്ലപ്പെട്ടു എന്നായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. കൊലപ്പെടുത്തിയ രീതിയും കൊലപാതകത്തിൽ പങ്കുള്ളവരുടെ പേരുകളും ഉൾപ്പെടെ വിശദമായി കത്തിലുണ്ടായിരുന്നു. 2 കത്തുകളാണ് പോലീസിന് ലഭിച്ചത്. അതിൽ രണ്ടാമത്തെ കത്തിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നിർദ്ദേശത്തിൽ അന്വേഷണം ആരംഭിക്കുന്നത്. അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിന് മിസ്സിംഗ് ഒരു FIR ഇടുന്നത്. അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടതിന് ശേഷം അത് മാന്നാറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും പിന്നെ നമ്മുടെ ഫർദറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയ എൻക്വയറീസിൻ്റെ ഭാഗമായിട്ടും ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ടും ഈ കല എന്ന് പറയുന്ന സ്ത്രീ മർഡർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അവരുടെ ബോഡി ഇവിടെയുള്ള അവരുടെ ഹസ്ബൻഡായിരുന്ന അനിൽ എന്ന് പറഞ്ഞ ആളുടെ വീടിൻ്റെ സെപ്റ്റിക് ടാങ്കിലാണ് ഇട്ടേക്കുന്നുള്ള ഒരു ഇൻഫർമേഷൻ ബേസിലാണ് നമ്മളിന്ന് സെപ്റ്റിക് ടാങ്ക് നമ്മളിന്ന് തെരഞ്ഞത്. മഫ്തിയിലുള്ള അന്വേഷണ സംഘം രഹസ്യമായി വിവരങ്ങൾ തേടുന്നുണ്ടെന്ന കൊലപാതക വിവരം അറിയാമായിരുന്ന ബന്ധുക്കൾ മനസ്സിലാക്കി. തുടർന്ന് ഇപ്പോൾ ഇസ്രായേലിലുള്ള കൊല്ലപ്പെട്ട കലയുടെ ഭർത്താവ് അനിൽകുമാറിനെ വിവരം അറിയിച്ചു. തുടർന്നാണ് പോലീസ് അനിൽകുമാറിന്റെ അടുത്ത ബന്ധുക്കളടക്കമുള്ള 5 പേരെ കസ്റ്റഡിയിലെടുത്തത്. ഈ ചോദ്യം ചെയ്യലിലാണ് 15 വർഷമായി സൂക്ഷിക്കപ്പെട്ട രഹസ്യങ്ങളുടെ ചുരുളഴിയുന്നത്. കത്തിലെ കയ്യക്ഷരം കസ്റ്റഡിയിലുണ്ടായിരുന്ന ഒരാളുടേതുമായി മാച്ചായതോടെ പോലീസ് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. ഇത് ഈ പറയുന്ന പോലെ നമുക്ക് നോർമലി നമ്മളൊരു മർഡർ കേസിലോട്ട് എടുക്കുന്ന കുറേ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ എവിഡൻസുകളുണ്ട് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, കോടതിയിൽ അഡ്മിസിബിൾ ആയിട്ടുള്ള. അപ്പം ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പം 15 കൊല്ലം കഴിഞ്ഞതിന് ശേഷമായിട്ടുള്ള കേസായതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഫോറൻസിക് എന്നുള്ള ഒരു സപ്പോർട്ടും പിന്നെ അതേപോലെ തന്നെ മറ്റേ വിറ്റ്നസ്സുകളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുക്കുന്നത് അതിൻ്റെ അകത്തൊരു ഡെഫിനറ്റായിട്ടൊരു ചാലഞ്ചുണ്ട്. അത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് ഈ പറഞ്ഞതുപോലെ ആ കറക്റ്റ് ദിവസം ഏതായിരുന്നു, അതേപോലെ തന്നെ അന്ന് അവിടെ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് പരിശോധിച്ചിട്ട് നമുക്ക് അതിനെപ്പറ്റി ഒരു എന്താ പറയുന്നത് ഒരു കൺഫേംഡ് ആയിട്ട് എന്തെങ്കിലും പറയാൻ കഴിയില്ല. ഇതിനിടെ അനിൽകുമാറിന്റെ വീട് പോലീസിന്റെ നിയന്ത്രണത്തിലായി. തുടർന്ന് RDOയുടെ അനുമതി തേടി ഫോറൻസിക് വിഭാഗം പുലർച്ചെയോടെ അനിൽകുമാറിന്റെ വീട്ടിലെത്തി. പിന്നീട് വീടിന് പുറകിലുള്ള സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധന ആരംഭിച്ചു. 2 സെപ്റ്റിക് ടാങ്കുകളാണുള്ളത്. പരിശോധനയിൽ ഒന്നിൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങളെന്ന് സംശയിക്കുന്ന ഭാഗങ്ങൾ പോലീസ് കണ്ടെടുത്തു. സ്ത്രീകൾ ഉപയോഗിക്കുന്ന ക്ലിപ്പും വസ്ത്രത്തിന്റെ അംശങ്ങളും ഒപ്പം ലഭിച്ചു. തെളിവുകൾ വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്കായി മാറ്റി. പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു അനിൽകുമാറും കലയും. ഇരുവരുടെയും വീടുകൾ തമ്മിൽ 1 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉണ്ടായിരുന്നത്. മിശ്ര വിവാഹമായിരുന്നതിനാൽ അനിൽകുമാറിന്റെ വീട്ടുകാർക്ക് വിവാഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. ഇതിൽ ഇരുവർക്കും ഒരു മകനുമുണ്ട്. കലയും ഭർത്താവ് അനിൽകുമാറും തമ്മിൽ നേരത്തെ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വിദേശത്തായിരുന്ന അനിൽകുമാർ നാട്ടിലെത്തിയ സമയത്താണ് കലയുടെ തിരോധാനം. 15 വർഷം മുൻപ് കലയെ കാണാതായപ്പോൾ സ്വർണവും പണവുമായി കാമുകനൊപ്പം ഒളിച്ചോടിപ്പോയെന്നായിരുന്നു പ്രചാരണം. എന്നാൽ ഊമക്കത്ത് ലഭിച്ചതിനു ശേഷമുള്ള പോലീസ് അന്വേഷണത്തിനിടെ കസ്റ്റഡിയിലായവർ കലയെ കൊല്ലപ്പെട്ട രീതിയിൽ അനിൽകുമാറിന്റെ കാറിനുള്ളിൽ കണ്ടുവെന്ന് മൊഴി നൽകി. കഴുത്തിൽ തുണി ഉപയോഗിച്ച് മുറുക്കിയാണ് കൊലപാതകമെന്നാണ് വിവരം. തുടർന്ന് മറവ് ചെയ്യാൻ സഹായം നൽകുക മാത്രമാണ് ചെയ്തതെന്നാണ് കസ്റ്റഡിയിലുള്ളവർ മൊഴി നൽകിയത്. സുരേഷ്, ജിനു രാജൻ, പ്രമോദ്, സന്തോഷ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളവർ. അതേസമയം അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണെന്നും കൂടുതൽ പേരെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ആലപ്പുഴ SP ചൈത്ര തെരേസ ജോൺ. കലയുടെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ഭർത്താവ് അനിൽകുമാർ ഇപ്പോൾ ഇസ്രായേലിലാണ്. അതിനാൽ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.
you.